കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ SFI KSU സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. KSU MSF പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തു എന്ന SFIയുടെ ആരോപണമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കള്ളവോട്ട് ചോദ്യം ചെയ്തതിനാണ് UDSF അക്രമം നടത്തിയതെന്നാണ് SFIയുടെ ആരോപണം. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, എന്താണ് SFIയുടെ ആരോപണം? ഇതേ മറുപടി എന്താണ് UDSFന്റെ? ഒപ്പം ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം? ശ്രുതി, അതായത് കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉച്ചയോടുകൂടി അതിൻ്റെ ഫലപ്രഖ്യാപനവും നടക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് നിന്ന് എത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി കള്ളവോട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു SFIയുടെ ആരോപണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചെറിയ തോതിലുള്ള ഒരു സംഘർഷം ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ SFI പ്രവർത്തകരും MSF പ്രവർത്തകരും എല്ലാം തന്നെ സംഘടിച്ച് ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഈ കേന്ദ്രത്തിലേക്ക് എത്തുകയും ഇവിടെ പരസ്പരം ചേരിതിരിഞ്ഞ് ഇരുവരും തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സംഘർഷ സാധ്യതയായിരുന്നു ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സർവകലാശാല തെരഞ്ഞെടുപ്പിന് വലിയ തോതിലുള്ള ഒരു പോലീസ് സുരക്ഷ നൽകണമെന്നുള്ള കാര്യവും ഹൈക്കോടതി ഉത്തരവിലൂടെ തന്നെ അറിയിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വലിയ തോതിലുള്ള പോലീസ് സംഘാംഗങ്ങൾ ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന മുദ്രാവാക്യം വിളിയും അതുപോലെ തന്നെ ഈ പറയുന്ന ആക്ഷേപവുമെല്ലാം വാക്കേറ്റത്തിലേക്കും പിന്നീട് ഒരു സംഘർഷത്തിലേക്കും എത്തിയതോടുകൂടി പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI ഉന്നയിച്ചത് കാസർഗോഡ് ഓർഫനേജ് അറബിക് കോളേജിലെ ഒരു വിദ്യാർത്ഥിനി, അവിടെയുള്ള UUC വ്യാജമായി ഇവിടത്തേക്ക് എത്തി മറ്റൊരാൾ ഈ പറയുന്ന UUCയുടെ വോട്ട് മറ്റൊരു വിദ്യാർത്ഥിനി ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനമായും SFI ആക്ഷേപമായി ഉന്നയിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിദ്യാർത്ഥിനി തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. SFIയുടെ ആരോപണം പരിപൂർണമായും തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി. കൃത്യമായ തോതിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകരെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ടാണ് ഈ പറയുന്ന റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള DSS തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SFI ഉന്നയിച്ചിട്ടുള്ള ആരോപണം തെറ്റാണ് എന്നുള്ളതാണ് MSFും അതുപോലെ തന്നെ KSU നേതാക്കളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആ വിദ്യാർത്ഥിനി പുറത്തേക്ക് ഇറങ്ങി വന്ന്, അതായത് ഇത്രയും സമയം ആ വിദ്യാർത്ഥിനി വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെയാണ് SFI KSU സംഘർഷമുണ്ടായത്.